Hello, hi, welcome to all. ഇന്നത്തെ വീഡിയോ again targeting the മലയാളി കമ്മ്യൂണിറ്റി ബിക്കോസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരിപ്പം ഔട്ട് ഓഫ് സ്റ്റാറ്റ്സിലോട്ട് പോവാണ്. ഞാൻ ആദ്യം ചെയ്തൊരു വീഡിയോക്ക് കിട്ടിയ ഒരുപാട് എൻക്വയറി അതായിരുന്നു. ഈ 2025 and 26 alone, we are expecting almost 1 million and above people probably going out of status without any remedy for them to apply for PR. അപ്പം അതൊരു വലിയൊരു ചാലഞ്ചിങ് സിറ്റുവേഷനാണ്. അപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും യു വിൽ ഗോ ഔട്ട് ഓഫ് സ്റ്റാറ്റസ്. സോ യു ഹാവ് ഓൺലി വൺ ഓപ്ഷൻ ഈസ് ടു ഹൈഡ് ആൻഡ് വർക്ക് ആൻഡ് ലിവ് ഇൻ കാനഡ. അതർവൈസ് യു ഗോ ഫോർ സംതിങ് വാട്ട് എവർ ഈസ് അവൈലബിൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ വെച്ചുകൊണ്ട് ആൾക്കാരിപ്പം ഒന്നുകിൽ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ റെഫ്യൂജി പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ആ ഒരു സബ്ജക്റ്റിലോട്ട് നമ്മുടെ കാനഡയുടെ അകത്തുള്ള മലയാളികൾക്കും ചിലപ്പോൾ ഇവരുടെ പാരൻസോ ഇവരുടെ റിലേറ്റീവ്സോ ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നോ എവിടെന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഗൾഫിൽ നിന്നോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇതിനെ പറ്റിയിട്ട് ഇപ്പം ഇവിടെ കഴിഞ്ഞ ഒരു മാസമായിട്ട് തന്നെ ഈവൻ പോലീസിലൊക്കെയുള്ള വലിയ ഓഫീസേഴ്സൊക്കെ ചിലപ്പോൾ നാട്ടിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മക്കൾ, അവരുടെ റിലേറ്റീവ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്ഷൻ വർക്കൗട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പം ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് കമ്പാഷനേറ്റ് ഗ്രൗണ്ടിനെ പറ്റി ഞാൻ കൂടുതൽ ഇന്നത്തെ വീഡിയോ പറയുന്നില്ല, കാരണം ഇറ്റ്സ് എ ലോങ് സബ്ജക്ട്. So we'll come to the asylum part. Let's talk about protection claim first. See, ഇപ്പം നാട്ടിൽ എവിടെയെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും സിവിൽ വാർ നടക്കുന്ന രാജ്യത്ത് കാനഡ ആൾക്കാരെ റെഫ്യൂജീസ് ആയിട്ട് കൊണ്ടുവരുന്ന ഡിഫറെൻ്റ് ആണ്. കാനഡൻ്റെ അകത്ത് വന്നതിന് ശേഷം പല സാഹചര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും സ്വന്തം നാട്ടിലൂടെ തിരിച്ചു പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. അത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോസിക്യൂഷൻ റീസണൊക്കെ വേണം കേട്ടോ, എന്നാലൊക്കെ ഇതിൽ എലിജിബിലിറ്റി ഫാക്ടേഴ്സ് ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാവേണ്ടത് ഇതിൻ്റെ എലിജിബിലിറ്റി ഫാക്ടേഴ്സാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് you must have very solid reason, a solid fear of persecution in your home country. That could be on political scenario ആവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൽ ഓറിയന്റേഷൻ മാറ്ററിലാവാം, ഏതൊക്കെ രീതിയിലായാലും ഇത് ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തിട്ടാവാം. ബി ടോട്ടലി കൺവിൻസ്ഡ് ദാറ്റ് യു ഹാവ് എ സോളിഡ് റീസൺ ടു ക്ലെയിം പ്രൊട്ടക്ഷൻ ഇൻ കാനഡ. അതൊരു കാര്യമാണ്. അപ്പോൾ അതിനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ്റെ എവിഡൻസും അതിൻ്റെ ഡോക്യുമെൻ്റൊക്കെ ആയിട്ട് നമ്മൾ സപ്പോർട്ടും ചെയ്യണം ആപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ സീരിയസ് ആപ്ലിക്കേഷൻ. ഡോണ്ട് ടേക്ക് ഇറ്റ് ഈസി as you are hearing in the social media and all. It's not an easy application at all. It's a serious application. അതൊന്ന്. രണ്ടാമത് ഇത് ഫയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് എല്ലാ ലോയേഴ്സും ഇതിൽ ചെയ്യുന്നില്ല. പല ലോയേഴ്സും റെഫ്യൂജി പ്രൊട്ടക്ഷൻ ചെയ്യാത്ത ലോയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കൺസൾട്ടൻസിലാണെങ്കിൽ ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് കാനഡയിൽ ഒരുപാടുണ്ട്. ബട്ട് ഇതിലൊരു 90% കൺസൾട്ടൻസിനും ഇമിഗ്രേഷൻ ഈ റെഫ്യൂജി കോർട്ട് അല്ലെങ്കിൽ റെഫ്യൂജി കേസസ് അല്ലെങ്കിൽ അപ്പീൽസ് ഇതൊന്നും ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അതിന് യു നീഡ് ടു ബി IRB ലൈസൻസ്ഡ്. ഐ ആം വൺ ഓഫ് ദം. ഐ ആം IRB ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ്. സോ ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ സീനിയർ ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് വിത്ത് IRB ലൈസൻസ്, ലെവൽ 3 ലൈസൻസ് എന്ന് പറയുന്നതിന് അതുള്ളവർക്ക് മാത്രമേ നിങ്ങൾക്ക് റെഫ്യൂജീസ് കേസുകൾ സബ്മിറ്റ് ചെയ്യാനും റെപ്രസെൻറ്റ് ചെയ്യാനും അതിന് കോർട്ടിലൊക്കെ പോയിട്ട് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനും അപ്പീൽ ചെയ്യാനൊക്കെയുള്ള പെർമിഷനോ ഓതറൈസേഷനോ ഉള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ please don't go to any agents who are not authorized to do this. That can eventually put you in big trouble because ഇതൊന്നും ഒരു ആപ്ലിക്കേഷൻ ഇടുന്ന കാര്യം മാത്രമല്ല, അതിന് ലാസ്റ്റ് അതിൻ്റെ പല പ്രോസസ്സിലൂടെ പോയിട്ട് ഇവഞ്ച്വലി കോർട്ട് ഹിയറിംഗ് ഒക്കെ വഴി അതിനൊരു സക്സസ്സോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഡിസിഷനൊക്കെ വാങ്ങിക്കാന്ന് പറയുമ്പോഴത്തേക്ക് യു ഡെഫിനറ്റ്ലി നീഡ് എ പ്രൊഫഷണൽ സപ്പോർട്ട് ഫോർ ദാറ്റ് ആൻഡ് എ പ്രൊഫഷണൽ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേഷൻ. അത് മനസ്സിലാക്കുക. പിന്നെ ഇനി നമ്മൾ ഈസ് കമ്മിങ് ടു ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദിസ് റെഫ്യൂജി ക്ലെയിം. പലരും ഇതിലേക്ക് എടുത്തു ചാടുന്നുണ്ട് ഇതൊരു ഈസി ഓപ്ഷനാണെന്ന് പറഞ്ഞിട്ട്. നോ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എൻ ഈസി ഓപ്ഷൻ. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പ്രോസ് സൈഡാണ്. പ്രോസ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഇപ്പോൾ ഒരാൾ ഔട്ട് ഓഫ് സ്റ്റാറ്റസിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് 1-2 മാസം കൊണ്ട് മറ്റുള്ള പല ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടുകയാണ്. ഈ ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണെങ്കിൽ ഇൻഡെഫിനിറ്റ് തന്നെ പറയാം, 1 ഇയർ കഴിഞ്ഞാൽ വേണമെങ്കിൽ റിന്യൂ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എവിടെയും പോയിട്ട് ലീഗലായിട്ട് ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം, ജീവിക്കാം. അതൊരു വലിയൊരു ഓപ്ഷനാണ്. ക്ലോസ് വർക്ക് പെർമിറ്റ് പോലുമല്ല, ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ്. സെക്കൻഡ് വലിയൊരു പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹെൽത്ത് കെയർ, ഫുൾ ഹെൽത്ത് കെയർ ആണ്. അതായത് സാധാരണ PR സിറ്റിസൺസിനുള്ള അതിലും മികച്ച ഹെൽത്ത് കെയർ ആണ് ഇവർക്ക് കിട്ടുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു പോസിറ്റീവ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എല്ലാം നിങ്ങൾക്കും നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റും ആയിട്ട് കേട്ടോ, അതിൽ മാരീഡ് കുട്ടികളും വൈഫിലുള്ളവരാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൂടിയുള്ള ബെനിഫിറ്റ് ആയി പറയുന്നത്. വർക്ക് പെർമിറ്റ് എല്ലാവർക്കും കിട്ടും, സ്റ്റഡി പെർമിറ്റ് കുട്ടികൾക്കും കിട്ടും. പിന്നെ മൂന്നാമത്തെ ഒരു പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് റെഫ്യൂജി പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്ത് ആ ക്ലെയിം ആ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഒരു ക്ലെയിംമെൻറ്റ് ഡോക്യുമെൻ്റ് കഴിഞ്ഞാൽ
അതിനുള്ള സാധ്യതകളുണ്ട്. ജോലി കിട്ടുന്നില്ലെങ്കിൽ കേട്ടോ. വേറെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഒക്കെ കാണും. ഞാൻ ഈ വീഡിയോ ചെയ്തും വെച്ചുകൊണ്ട് എവിടെയും പോയിട്ടൊന്നും ക്ലെയിം ചെയ്യേണ്ട, ചോദിക്കരുത്. കാരണം ഞാൻ ഇതിൻ്റെ ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് മാത്രമേ തരുന്നു. ഈ വീഡിയോ മാത്രമല്ല, ഞാൻ പ്രത്യേകിച്ച് ഒരു ഡിസ്ക്ലെയിമർ കൂടി പറയാം. ഇതൊന്നും ഒരു പ്രോപ്പർ ഫുൾ ലീഗൽ അഡ്വൈസ്. ഇഫ് യു ആർ അക്സെപ്റ്റഡ്, ഇപ്പോൾ ഈ കോർട്ട് ഹിയറിംഗ് ഒക്കെ ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അതുവരെ നിങ്ങൾക്ക് ഈ വർക്ക് പെർമിറ്റും ഫെസിലിറ്റിയൊക്കെ ആയിട്ട് നിങ്ങൾ ജീവിക്കണം. അതുകൂടാതെ പിന്നെ നിങ്ങൾക്ക് ഈ കോർട്ട് ഹിയറിംഗ് ഞാൻ തന്നെയാണ്, ഇപ്പോൾ എൻ്റെ ക്ലയൻസ് ഞാൻ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അക്സെപ്റ്റബിളായി അത് വിജയിച്ചാൽ, പ്രൊട്ടക്ഷൻ ക്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പെർമനൻറ്റ് റെസിഡൻസിന് അപ്ലൈ ചെയ്യാനുള്ള ബെനിഫിറ്റായി, പെർമിഷനായി. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും. സപ്പോസ് നിങ്ങളുടെ ഫാമിലി ഇടയിൽ നിങ്ങൾ മാത്രമാണ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും കൂടിയിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓഫ് കോഴ്സ് ദെൻ ഇവൻച്വലി യു വിൽ ബിക്കം Canadian citizens if you meet all other criteria. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ എലിജിബിലിറ്റി ഫാക്ടേഴ്സ് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി, ക്രിമിനൽ അഡ്മിസിബിലിറ്റി പോലെ ചില കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൽ ഈ ഇനീഷ്യൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ തന്നെ നമ്മളൊരു റെഫ്യൂജി ക്ലൈമൻ്റായിട്ട് പോലും അക്സെപ്റ്റ് ചെയ്യണം. ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മെഡിക്കൽ അഡ്മിസിബിലിറ്റിയും ക്രിമിനൽ അഡ്മിസിബിലിറ്റിയും നമ്മൾ ക്ലിയർ ചെയ്യണം. അതായത് നിങ്ങളുടെ പേരിൽ ഇവിടെ കനഡയുടെ അകത്തെങ്കിലും ക്രിമിനൽ റെക്കോർഡൊന്നും ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ വേറെ നെയ്ബറിംഗ് കൺട്രി പോലെ US-ലൊന്നും ക്ലെയിം ചെയ്തിട്ടില്ല. കൂടാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മെഡിക്കലിയും ഒരു എക്സസീവ് എക്സ്പെൻസ് വരുന്ന ഒരു കാറ്റഗറി വരുന്നില്ല. അതും കൂടി നിങ്ങൾ പ്രൂവ് ചെയ്യണം. അങ്ങനെയാണ് ഇതിലോട്ട് കടന്നു വരുന്നത്. പിന്നെ ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് കൂടി പറയാം. അതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇപ്പം വേറൊരു ഷോർട്ട് കട്ട് ഓപ്ഷൻ പറഞ്ഞ് എടുത്ത് ചാടുന്ന പോലെ നിങ്ങൾ എടുത്ത് ചാടരുത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒന്ന് എലിജിബിലിറ്റി ഫാക്ടേഴ്സ്, യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ സോളിഡ് റീസൺ ടു ക്ലെയിം പ്രൊട്ടക്ഷൻ. നമ്പർ 2, ഇത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കാനഡ വിട്ടു പോകാൻ പറ്റത്തില്ല. പിന്നെ കോർട്ട് ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യു മേ ഗെറ്റ് എ ട്രാവൽ ഡോക്യുമെൻറ്റ്. ബട്ട് അറ്റ്ലീസ്റ്റ് അണ്ടിൽ ദെൻ ഒരു 1 to 2 years ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ടോട്ടലി വിൽ ബി സ്റ്റക്ക് ഇൻ കാനഡ. നമ്പർ 3, ഗോഡ് ഫോർബിഡ്, ഇൻ കേസ് നിങ്ങളുടെ ഈ റെഫ്യൂജി ക്ലെയിം ഹിയറിംഗ്, കോർട്ട് ഹിയറിംഗിൽ നിങ്ങൾ റെഫ്യൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ആസ്ക്ഡ് ടു ലീവ് കാനഡ കേട്ടോ. അതൊന്ന് മനസ്സിലാക്കുക. ആ സമയത്ത് പിന്നെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ക്യാൻ വർക്ക് ഔട്ട്. ഐ മീൻ യു ക്യാൻ ഗോ ഫോർ അപ്പീൽ ആൻഡ് ഓൾ. ബട്ട് അഗെയിൻ യു ഷുഡ് ബി പ്രിപ്പയർഡ് ദാറ്റ് ഇഫ് ദ ഡിസിഷൻ ഈസ് നെഗറ്റീവ് യു ആർ സപ്പോസ് ടു ലീവ് കാനഡ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, അത് പറയുന്നതല്ല. ഇനി അപ്പീലിന് പോയിട്ട് അപ്പീലും വേണമെങ്കിൽ റെഫ്യൂസ് ആവും. അപ്പീൽ കഴിഞ്ഞിട്ട് അപ്പീലും കൂടി റെഫ്യൂസ് ആയിക്കാൻ യു ക്യാൻ സ്റ്റിൽ ഫോർ ഫെഡറൽ കോർട്ട് ജുഡീഷ്യൽ റിവ്യൂ. അങ്ങനെ ഒരുപാട് പ്രോസസ് ഉണ്ട്. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ദിസ് വീഡിയോ വിൽ ബി അഗെയിൻ വെരി ലോങ്. സോ ഞാൻ ഇതിൻ്റെ ഒരുപാട് മനസ്സിലാക്കേണ്ട അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ കാനഡയിൽ ഒരുപാട് കേസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ കൂടുതൽ എനിക്ക് മലയാളികളെന്നല്ല, കൂടുതൽ മറ്റുള്ള നാഷണാലിറ്റീസാണ്. അവരുടെയൊക്കെ വളരെ ജെന്യൂൻ കേസുകൾ ഒത്തിരി കൺട്രീസ് നിങ്ങൾക്കറിയാം. സിറിയ, ലെബനോൺ, ഇറാഖ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ കൂടാതെ ഇപ്പം ഉക്രൈൻ, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ക്ലയൻസ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ഈസിയാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് ഈവൻ സം ചൈനീസ് clients. Of course, they are being so ill-treated in some part of China because they belongs to certain community. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കേസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ, ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ബുക്ക് എ കൺസൾട്ടേഷൻ. നമ്മുടെ ഈ താഴെ ഈ കോൺടാക്ട് ഡീറ്റെയിൽസും കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിന് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് അഗെയിൻ ഇങ്ങനെ ഇനി കാനഡൻ്റെ അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ അതുവരെ ബൈ.